ഡോക്ടർ, മറ്റൊരു കാര്യം, സ്വതവേ അടികൊടുക്കേണ്ട പ്രശ്നം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഡോക്ടർ കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാനൊരു പൊതുസമൂഹത്തിൻ്റെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന ജേർണലിസ്റ്റ് രീതികളിൽ നിന്ന് മാറി നിന്നിട്ട് അവൻ എന്തിൻ്റെ കേടാണ് എന്നാലോചിക്കുന്ന സാധാരണ സ്ത്രീയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനപ്പുറത്ത് ഇതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുക? ഇതിൽ നിന്ന് നമുക്ക് രക്ഷ വേണമല്ലോ. ഇതെല്ലാ ദിവസവും എന്നെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ സഹോദരിയെയും എൻ്റെ അമ്മയും കാത്തിരിക്കുന്ന ഒരു ദുർഗതിയാണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അടുത്തത് ഈ പ്രതിഭടനെ കുറിച്ച് എനിക്ക് അങ്ങോട്ട് ആലോചിക്കുമ്പം ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന രീതിയിലായിട്ട് എന്തൊരു മനുഷ്യനാണ് പ്രതിഭട്ട. നിങ്ങൾ അവസാനം ആ വാക്ക് പറഞ്ഞ് ശ്രദ്ധിച്ചോ? മനുഷ്യൻ, ഞാനൊരു സമൂഹ ജീവിയല്ലേ എന്ന്. അപ്പോൾ ഇപ്പോഴും ആ ചിന്ത മനസ്സിൽ ഇങ്ങനെ അത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നില്ല, അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പ്രതിഭട്ട നിങ്ങളൊരു വല്ലാത്ത മനുഷ്യനാണ് കേട്ടോ. അത് ഈ ഫ്ലോർ എന്ന് പറയുന്നതിലെ ഒരു അപകടം. എനിക്ക് അദ്ദേഹത്തെ ചേട്ടൻ എന്ന് വിളിക്കാൻ തോന്നുന്നത്, നിങ്ങളൊരു ഗംഭീര മനുഷ്യനാണെന്ന് ഡോക്ടർക്ക് പറയാൻ തോന്നുന്നതൊക്കെ വേറൊരു സാഹചര്യത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്. അത് പറയാതിരിക്കുക വയ്യ. അത് നമ്മൾ എത്രയോ പൊതു ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടെന്നേ. ഇതിലൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ കമൻറ്റുകൾ ഞാൻ സ്ഥിരം വായിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത് ഞാൻ ഇവാലുവേറ്റ് ചെയ്തെന്ന് ഇപ്പുറത്തിരുന്ന് കമൻറ്റ് എഴുതുന്നവർക്ക് അറിയാം. എന്നിട്ടും എഴുതി വെച്ചിരിക്കുകയാണ് പെൺകുട്ടികളും അമ്മമാരും കുട്ടികളെയും മറ്റുള്ളവരെയും മര്യാദയ്ക്ക് വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിക്കണമെന്ന്. ഇതെന്താ ഇത്? ഞാൻ നോക്കിക്കൊണ്ട് എന്നാലൊന്ന് പിന്തിരിയുമോ? അല്ല, ഈ പെൺകുട്ടികളൊക്കെ വീട്ടിൽ അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്നവരല്ല എന്ന് ഇവരെങ്ങനെയാണ് അറിയുന്നത്? ഈ സവാദ് എങ്ങനെയാണ് അറിയുന്നത് ഈ കുട്ടി വീട്ടിലുള്ളവരെ ബഹുമാനിക്കുന്നവരല്ല എങ്കിൽ പിന്നെ ഓക്കെ ഞാനൊന്ന് അബ്യൂസ് ചെയ്ത് കളയാം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇത് ഒരു പൊതുബോധത്തിന്റെ പ്രശ്നമാണ്. ഈ പൊതുബോധം നമുക്ക് രൂപപ്പെടുത്തുന്നതിൽ യഥാർത്ഥത്തിൽ പണ്ട് ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ, കേട്ടു വന്ന കാര്യങ്ങൾ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പം ഇത്തരം വാക്കുകളാണ്, ഇത്തരം പ്രവൃത്തികളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനൊക്കെ ജൈവശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൊണ്ടുള്ള സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ഇടുന്നവരുടെ പ്രൊഫൈലുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഇവർ മറ്റൊരു വശത്ത് സ്വന്തം അമ്മമാരെ, സ്വന്തം പെൺകുട്ടികളെ, സ്വന്തം സഹോദരിമാരെ ചേർത്ത് പിടിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഈ സവാദിൻ്റെ പ്രൊഫൈലിൽ ചെന്ന് സവാദിന് സഹോദരിയുമായി നിൽക്കുന്ന ഫോട്ടോയുടെ താഴെ സമാനമായ രീതിയിൽ അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അതും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഇതൊരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ഡിസിഷനാണ്. അയാൾക്ക് അയാളുടെ കുടുംബത്തിൽ, അയാളുടെ സമൂഹത്തിൽ ഒരു വലിയ മുഖമറയുണ്ട്. വളരെ മാന്യനായിരിക്കാം ഒരു പക്ഷേ. അതാണ് നേരത്തെ അനുസര പറഞ്ഞ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെയൊക്കെ തനിനിറം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഒരു പക്ഷേ എന്നത്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും നമ്മൾ ഈ പറയുന്ന സവാദുമാരായി മാറുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. സവാദിനെ വിമർശിക്കാൻ നമ്മളാരും സവാദാവേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രദീപായി നിന്നുകൊണ്ട് തന്നെ സവാദിനെ വിമർശിക്കാൻ സാധിക്കും, സവാദിനെതിരായിട്ടുള്ള നടപടിയെടുക്കാൻ സാധിക്കും. അത് ഈ യഥാർത്ഥത്തിൽ പറയുന്ന പോലെ ഇപ്പോൾ കുട്ടികളുടെയും ഒരു യുവാക്കളുടെയൊക്കെ തന്നെ ഒരു മനോനില രൂപപ്പെടുത്തുന്നതിലുമൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ ഇപ്പോൾ പലരുടെയും പ്രൊഫൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ വസ്ത്രം ഇടിച്ച് ഇപ്പം നമ്മൾ സാധാരണ ഈ സംശയരോഗികളെക്കുറിച്ച് പൊതുവേ ഒരു പ്രൊഫൈൽ പറയണ്ട. എല്ലാ സംശയരോഗികളും ഈ ഭാര്യമാരെ വീട്ടിൻ്റെ അകത്ത് അടച്ചിരുത്തുന്നവരോ അല്ലെങ്കിൽ എതിർക്കുന്നവരോ, ഭാര്യമാർ വലിയ പൊട്ടിടുമ്പം എതിർക്കുന്നവരോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത് ഈ പ്രണയത്തിലൊക്കെ പെടുന്നവർക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ളൂ സമൂഹം കുഴപ്പം. നീ നല്ലതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കെയറിങ് ആറ്റിറ്റ്യൂഡും ഇതും കാണിക്കുന്നത് പോലും ഇതിൻ്റെ മറ്റൊരു വശമാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇത്തരം ആൾക്കാരെ അകറ്റി നിർത്തേണ്ടതുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതികരണത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒട്ടും വൈകാൻ സാധിക്കില്ല. ഇനി ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനാണ് എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് ഞാനങ്ങ് പറയട്ടെ. എൻ്റെ മുന്നിൽ വന്ന് എന്നെ കൊല്ലാൻ വരുന്ന ഒരാൾ മനോരോഗിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് അത് മനസ്സിലാക്കി ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണോ വേണ്ടത്? അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുകയാണോ വേണ്ടത്? അദ്ദേഹത്തിന് മനോരോഗത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണോ വേണ്ടത്? ഓടിത്തള്ളുകയാണോ ചെയ്യേണ്ടത്? അതോ ഞാൻ പ്രതിരോധിക്കുകയാണോ വേണ്ടത്? സ്ത്രീകൾക്കും അങ്ങനെ സാധിക്കുകയുള്ളതേ. ഇനി മുന്നിൽ വരുന്ന ആളുടെ മനോനിലയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് അയാളുടെ ഈ എന്താ പറയുക ഒരു അഭിശപ്ത ബാല്യവും അസംതൃപ്ത കൗമാരവും ലഹരിയുടെ ഉപയോഗവും ഒക്കെയാണല്ലോ ഇയാളെ ഇങ്ങനെ ആക്കിയത് എന്നൊന്നുമല്ല പ്രതികരണം. പാടത്ത് പണിക്ക് വരുമ്പോൾ തല്ല കൂലി കൊടുക്കേണ്ടത്, പാടത്ത് പണിക്ക് പറ്റുമെങ്കിൽ പാടത്ത് കൂലി കൊടുക്കുക. ശരി.